ജീവിയാണല്ലേ? അതായത് ജനനം മുതൽ മരണം വരെ മനുഷ്യജീവിതം ഈ ബന്ധങ്ങളുടെ ചുറ്റുപാടിലാണ് നടക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കില് നമ്മളെ ഫാമിലിയിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അച്ഛനും മകനും, അമ്മയും അച്ഛനും, അതേപോലെ സഹോദരിയും സഹോദരനും തമ്മിലുള്ള ഉം. അങ്ങനെ ആന്ന്. ഒരുപാട് സർ ശില്പ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ഒരുപാട് എക്സാമ്പിൾസ് നമ്മളെ ഈ ഹ്യൂമൻ റിലേഷൻ ഉണ്ട് ല്ലേ? അതുപോലെ കുടുംബത്തിൽ നിന്നും, അതേപോലെ സമൂഹത്തിൽ നിന്നും, തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ മനുഷ്യൻ വളരുന്നത് ഈ റിലേഷനിലൂടെയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ആർട്ടിനും സയൻസിനും റിലേഷൻ ആയിട്ടുള്ള കണക്ഷൻ എന്ന്. ഓക്കെ, എന്താണ് ആർട്ട് എന്ന് പറഞ്ഞാല്? ആർട്ട് എന്ന് വെച്ചാല് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതേപോലെ അവരോട് നല്ല രീതിയിൽ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ കഴിയുന്നതൊക്കെയാണ് ഇവിടെ ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ കോപ്പറേഷൻ, ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെയാണ് ഈ ആർട്ടിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. അതുപോലെ സയൻസ് എന്ന് പറയുന്നത്, ഇവിടെ സയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ നീഡ്സും ബിഹേവിയറും സൈക്കോളജിയും കമ്മ്യൂണിക്കേഷനും ഇതിന്റെയൊക്കെ ഒരു പഠനമാണ് ഇവിടെ സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർട്ടിനെയും സയൻസിനെയും ഒക്കെ ഒരുമിച്ച് പഠിക്കുകയും അതേപോലെ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും അതുപോലെ നല്ല റിലേഷൻ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ പ്രസന്റേഷനിലൂടെ പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്സ്. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നാണ്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആണ്. അതെന്താന്ന് വെച്ചാല് ഈ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ബന്ധങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊരു മനുഷ്യന്റെ വളർച്ചയ്ക്കാണെങ്കിലും ഒരു റിലേഷൻ ഇല്ലാണ്ട് എന്തായാലും ആ ഒരു ബന്ധം വളരില്ല. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാല് ഈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും അതേപോലെ ഫ്രണ്ട്സിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും അവർ തരുന്ന എന്താ പറയാ ആത്മാർത്ഥ ട്രസ്റ്റ്, ഇതൊക്കെ നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും കൂടാതെ ആ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ കരിയറും കൂടെ വളരാനും കൂടെ ഈ ബന്ധങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് ഫോർ സോഷ്യൽ ലൈഫ്. എങ്ങനെയാണ് സോഷ്യൽ ലൈഫിൽ ബന്ധങ്ങൾ എന്ന് വെച്ചാല് നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്മളിപ്പോ ഒരു സാമൂഹ്യ ജീവൻ ഞാൻ പറഞ്ഞല്ലോ, അതായത് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാനും അതേപോലെ സുരക്ഷിതത്വത്തിനൊക്കെ ഈ ബന്ധങ്ങൾ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് വൺ ആണ് മെന്റൽ ഹെൽത്ത്. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനും അതേപോലെ സന്തോഷം നൽകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ്. അത് ഞാൻ ഒരു എക്സാമ്പിൾ അറിയാം. ഇപ്പം ജോലി കഴിഞ്ഞ് ഭയങ്കര വർക്ക് പ്രഷറിൽ വരുന്ന ഒരു ഹസ്ബൻഡ്, അദ്ദേഹത്തിനെ ഭയങ്കര മുഖവും വീർപ്പിച്ച് സ്വീകരിക്കുന്ന ഒരു ഭാര്യ, ഒന്ന് സങ്കല്പിച്ചു നോക്ക്. അപ്പൊ അതിലുപരി അങ്ങേര് വരുന്ന സമയത്ത് കുറച്ച് സന്തോഷത്തോടെയും ചിരിച്ച മുഖത്തോടെ ഒക്കെ സ്വീകരിക്കുമ്പോൾ അങ്ങേർക്ക് വർക്ക് പ്രഷർ ഒന്നും കുറച്ചു കുറയില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കാനും ഈ ബന്ധങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണ് ഫോർ കരിയർ ആൻഡ് സക്സസ്. കരിയർ ആൻഡ് സക്സസിൽ വരുന്നതെന്ന് വെച്ചാല് ഈ നല്ല ബന്ധങ്ങൾ കരിയർ ബിൽഡ് ചെയ്യാൻ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഇപ്പൊ ഒരു നല്ല റിലേഷൻ എംപ്ലോയി തമ്മിൽ നല്ല റിലേഷനിലാണെങ്കിൽ അവര് നല്ല റിലേഷൻ അതേപോലെ അവർ ടീം വർക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയർക്കും അത് ബെനിഫിറ്റ് ഉണ്ട്, എംപ്ലോയിക്കും ബെനിഫിറ്റ് ഉണ്ട്. അതായത് എംപ്ലോയറെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എംപ്ലോയിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരിയർ കൂടെ അതിലൂടെ ബിൽഡ് ആവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാല് ഈ ഹ്യൂമൻ നീഡ്സ് ഇൻ റിലേഷൻഷിപ്സ് ആണ്. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് ഫസ്റ്റ് പോയിന്റ് ലവ് ആൻഡ് അഫെക്ഷൻ ആണ്. അതായത് എന്ന് വെച്ചാല് മറ്റുള്ളവരോട് സ്നേഹവും റെസ്പെക്റ്റ് ഒക്കെ കാണിക്കുന്നത് ഈ റിലേഷനെ കൂടുതൽ ശക്താക്കാൻ സാധിക്കും എന്നാണ്. അതുപോലെ തന്നെ നല്ല ബന്ധങ്ങൾ അടുത്ത ജനറേഷനും കൂടെ പകർന്നു നൽകാൻ സാധിക്കും. ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഞ്ജലി, ഞാനും അവളും നല്ല ഫ്രണ്ട്സ് ആണ്. ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് വന്നത് എങ്ങനെയാന്ന് വെച്ചാല് എന്റെ അച്ഛനും അവളുടെ അച്ഛനും നല്ല ഫ്രണ്ട്സ് ആണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് വന്നതെന്ന് വെച്ചാല് എന്റെ അച്ഛനും അഞ്ജലിന്റെ അച്ഛനും നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഈ ബന്ധങ്ങൾ നിന്ന് തലമുറകളിലേക്ക് കൂടെ കൈമാറി വരുന്നുണ്ട്. നല്ല റിലേഷൻ ആണെങ്കിൽ അത് തലമുറകളിലേക്ക് കൂടി കൈമാറും എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി. അതായത് ഏതൊരു ബന്ധത്തിലും വിശ്വാസം വേണം. അല്ലാതെ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല അല്ലെങ്കിൽ എനിക്ക് അവരെ വിശ്വാസമില്ല പക്ഷെ ഞങ്ങൾ ചെറിയ റിലേഷൻ അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്താണ് ട്രസ്റ്റ് എന്തായാലും വേണം. അതായത് നമ്മളൊരു സുരക്ഷിതത്വത്തിനും കൂടിയാണ് ഈ ട്രസ്റ്റ് വേണം എന്ന് പറയുന്നത്. അല്ലാതെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ബന്ധം ഏത് ബന്ധമാണെങ്കിലും വിശ്വാസമില്ലാണ്ട് മുന്നോട്ട് പോവുകയില്ല. ഓക്കെ, തേർഡ് വൺ റെക്കഗ്നിഷൻ ആൻഡ് റെസ്പെക്ട്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാല്
നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരെ അംഗീകരിക്കുകയും കൂടെ ചെയ്യണം. കാരണം നമ്മൾ അവരുടെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോണം. കാരണം നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കാണ്ട് ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞാല് ഒരു റിലേഷനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ എന്താക്കണം? നമ്മൾ മറ്റുള്ളവരെ കൂടെ അംഗീകരിക്കുക, അവരെ മാനിക്കുകയും കൂടെ ചെയ്യണം എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഗ്രോത്ത് ആൻഡ് Excuse me, please. What is recognized people? What does it mean? അവരെ മനസ്സിലാക്കണം. What does it mean? അവരെ കൂടെ നമ്മൾ അവരെ ഫീലിങ്സ് ഇമോഷൻസും കൂടെ നമ്മൾ അവരെ നമ്മൾ മനസ്സിലാക്കണം. അവരെന്താന്ന് കൂടെ മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മളെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ പോരാ. The ability to understand people means their abilities and disabilities, the way they speak, the way act. You have to understand them. You don't have to say that the person who will talk to you must be the same value or same feelings like you. It is not that way, because we change. People varies because we are social being. Again, we have different individuality too. Every individuality too. For that, we have to understand and recognize people the way they are. Maybe some people are very rough, some people are very nice, very kind. Even though people are same, the feelings, emotions are somewhat the same, but it is varies on person to person. And what is again, social being, and the opposite is what? What is the opposite of social being? Hello? You lost it? You lost it? എന്ത് സാർ? എന്താ ഓപ്പോസിറ്റ് എന്താണ്? സോഷ്യൽ ബീയിങ്ങിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സോഷ്യൽ ബീയിങ്ങിന്റെ ഓപ്പോസിറ്റോ? There are some animals, they are living alone, like solar bears. What are they? സോഷ്യൽ ബീയിങ്ങിന്റെ ഓപ്പോസിറ്റ് പറയുമ്പോ സോഷ്യൽ ബീയിങ്സ് ആകുമ്പോ എല്ലാത്തിലും കൂടും അങ്ങനെയൊക്കെ ഉണ്ടാവും. മറ്റേതാകുമ്പോ ഒറ്റയ്ക്ക് സ്വന്തം കാര്യം മാത്രം. അതാണോ സാർ? No, it's not that. It is not. They don't want to be together. Like they will be alone. They are hunting alone. They are alone. They don't need anything else at all. കൂട്ടത്തിലൊന്നും കൂടാണ്ട് ഒറ്റയ്ക്ക് എന്റെ കാര്യം മാത്രം. Exactly. That is solitary animals. But we are not solitary. We always like people. And there in comparison to some of the animals and the birds, they have only one particular one. In swans, they always keep only one. Then if the one of them dies, that means the other will be dying very soon, because of she or he cannot survive without his or the other's death. You understand? The minor is somewhat the same, and we are a little bit of changed. That means these things you have to understand, because in a human nature, human culture, a little bit varies than the other animals and birds. But we need people to understand us, and you need recognition from others. You got it? The same thing is true for the person in front of you too. It is not only you who need recognition, and others need the same. That means give and take is the issue there. Right? Yes, sir. Okay, carry on, please. Carry on. Okay. Carry on. You don't have to feel perplexed, okay? സാർ എനിക്ക് വല്ലാണ്ടും കൂടി ക്ലിയർ ആവുന്നില്ല. ഇനി എന്റെ ഇതിന് കുഴപ്പമാണോന്ന് എനിക്കറിയില്ല. അതെ, അത് സാരല്ല. carry on, please. പരപരാ കേൾക്കുന്നുണ്ട്. സാരല്ല. സോ കുറച്ച് പനിയൊക്കെ ഉള്ളല്ലോ, അതുകൊണ്ടായിരിക്കണം തോന്നുന്നു. കുഴപ്പമില്ല. എന്താ അറിയില്ല, സൗണ്ട് എന്തോ. I have some problems. I don't know what is the problem with that. I have the network is great. There's no issues, but I don't know what's the problem with that. Anyway, carry on. തോന്നുന്നു ഞാൻ ഇവിടത്തെ വൈഫൈ കണക്ട് ചെയ്തത് ലാപ്പിൽ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് മാത്രമേ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുള്ളൂ. ബാക്കി പറയുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? Continue, please continue. Be smart, okay? Be strong. നെക്സ്റ്റ് പോയിന്റ് ആണ് ഗ്രോത്ത് ആൻഡ് സപ്പോർട്ട്. നല്ല ബന്ധങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുകയും അതേപോലെ നമ്മളെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല ഫാമിലി, അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് അവരൊക്കെ തരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചലഞ്ചസ് വന്നാലൊക്കെ അതിനെ നല്ല രീതിയിൽ നേരിടാൻ പറ്റുമെന്നാണ് ഈ ഗ്രോത്ത് ആൻഡ് സപ്പോർട്ടിൽ പറയുന്നത്. അതായത് ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതിൽ സുരക്ഷിതത്വത്തിനും സ്നേഹത്തിനും വിശ്വാസത്തിനും അംഗീകാരത്തിനും ഇതൊക്കെ കിട്ടുമ്പോൾ മാനസികമായി തന്നെ നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടും. ഇതിലൂടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഈ പാട്ടിൽ പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു തിയറിയാണ്. എല്ലാവർക്കും അറിയാവുന്ന തിയറി ആയിരിക്കും മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ്. ഒന്ന് കമ്പ്യൂട്ടറിൽ ഇത് സ്ക്രീൻ കാണിക്കോ ശില്പ പ്ലീസ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ബിക്കോസ് ഇറ്റ് ഡസന്റ് സീ ഇറ്റ്. സ്ക്രീൻ കാണുന്നില്ല? ഇല്ല ഇതിൽ ആൾ കാണുന്ന അത് കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ബട്ട് ഐ ക്യാൻ ഗെറ്റ് അതെനിക്ക് തോന്നുന്നു മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കൂ. മുകളിലേക്ക് നോ ഐ ഗെറ്റ് ഓൺലി മാൽസോ ഹിരാച്ചി ഓഫ് നീഡ്സ്. അതെ, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ, ബാക്കി അത് സെൽഫ് അതന്നെ ആ ഷീറ്റ് ആണല്ലോ. അത് അതിന്റെ അടുത്ത് ഇതാക്കിയോ, പേജിലേക്ക് മാറ്റിയോ ശില്പ? ഹയറാർക്കി ഓഫ് നീഡ്സ് ആണ്. മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ് അതന്നെയാണ് പറയുന്നത്. Okay, this is what you're explaining. Okay, fine. Carry on, please. Carry on. മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഭയങ്കര ഫേമസ് ആയ ഒരു മോട്ടിവേഷൻ തിയറിയാണിത്. ഞാൻ എൻ്റെ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിച്ച തിയറിയാണിത്. ഓക്കെ, അതായത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയ എബ്രഹാം മാസ്ലോ ആണ് ഹ്യൂമൻ നീഡ്സിനെ 5 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ തിയറിനെ എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്നും അല്ലെങ്കിൽ മോട്ടിവേഷണൽ തിയറി എന്നും ഈ തിയറി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഹ്യൂമൻ നീഡ്സിനെ 5 ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പിരമിഡിന്റെ ആകൃതിയിലാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാല് താഴെ മുതൽ മുകളിൽ വരെ, അതായത് പിരമിഡിന്റെ താഴെ മുതൽ മുകളിൽ വരെ ഓരോ നീഡ്സും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു വേണം. അതായത് ആദ്യം ഒന്ന്, രണ്ടാമതൊന്ന്, മൂന്നാമത് അങ്ങനെ വേണം. അതായത് ഇവിടെ സൈക്കോളജിക്കൽ നീഡും അതേപോലെ സേഫ്റ്റി, സോഷ്യൽ എക്സ്ട്രീം, ആദ്യം പോയിട്ട് നമ്മൾ എക്സ്ട്രീം നീഡ് നോക്കാണ്ട് ഫസ്റ്റ് മുതൽ മുകളിലോട്ട് വരണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്നത് സൈക്കോളജിക്കൽ നീഡാണ്. സൈക്കോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പ്രൈമറി നീഡ്സ് ആണ്. അതായത് എന്താ പറയാ, നമുക്ക് ആദ്യം വേണ്ട ഫുഡ്, വാട്ടർ, എയർ, ഇതൊക്കെയാണ് നമ്മുടെ സൈക്കോളജിക്കൽ നീഡിൽ വരുന്നത്. ഓക്കെ, സെക്കൻഡ് വരുന്നതാണ് സേഫ്റ്റി നീഡ്. ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നീഡ് സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം പിന്നെ മനുഷ്യൻ നോക്കുന്നത് അദ്ദേഹത്തിന് സുരക്ഷിതത്വവും സ്ഥിരതയും ഒക്കെ ആണെന്നാണ്. അതായത് ഈ വെള്ളവും ഭക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നോക്കുക ഷെൽട്ടർ, അതേപോലെ ഹെൽത്ത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ് രണ്ടാമത് നോക്കുന്നത്. മൂന്നാമതാണ് സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്ന് വെച്ചാല് ഇവിടെ സോഷ്യൽ നീഡ് വരുന്നത് ഫാമിലി, എല്ലാ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ വീടും ഭക്ഷണം ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നതാണ് കല്യാണം കഴിക്കുക, അതേപോലെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേഷൻസ്, ഇതൊക്കെയാണ് ഈ സോഷ്യൽ നീഡിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എക്സ്ട്രീം നീഡ്. ഇവിടെ പറയുന്നത് വെച്ചാല് സെൽഫ് റെസ്പെക്റ്റും അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരമൊക്കെയാണ് ഈ എക്സ്ട്രീം നീഡിൽ പറയുന്നത്. അതായത് സമൂഹത്തിലൊരു സ്ഥാനം, മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുക, അതൊക്കെയാണ് ഇവിടെ ഈ നീഡിൽ പറയുന്നത്. ലാസ്റ്റ് ആണ് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അതായത് ഈ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം ലാസ്റ്റ് വരുന്നത്, അതായത് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുക, അതേപോലെ നമ്മളെ ലക്ഷ്യങ്ങളൊക്കെ നേടുക, അതാണ് ഇവിടെ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ വരുന്നത്. അതായത് മാസ്ലോ അദ്ദേഹത്തിന്റെ മോട്ടിവേഷണൽ തിയറിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാല് മനുഷ്യന്റെ വളർച്ച പോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ നീഡ്സും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ്. അതായത് നമ്മൾ ഓരോ നീഡ്സും താഴെ മുതൽ സാറ്റിസ്ഫൈ ചെയ്ത് മുകളിലോട്ട് വേണം. ആദ്യം തന്നെ മുകളിലോട്ട് പോയാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഘട്ടമായിട്ട് ഓരോ നീഡ്സ് വെച്ചിട്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് മാസ്ലോ ഇതിലൂടെ പറയുന്നത്. ഓക്കെ, Who is the father of psychology? എബ്രഹാം മാസ്ലോ. No, who is the father of psychology? സൈക്കോളജിയോ? സൈക്കോളജിന്റെ ഉസ്താദ് ആയിരുന്നു, കടയിൽ ഫാദർ ആയി നിൽക്കുന്നത്. അതെനിക്കറിയില്ല. സെഗ്മെന്റ് ഫ്രോയിഡ്. He is the father of psychology. സെഗ്മെന്റ് ഫ്രോയിഡ്. അത് എഴുതി വെച്ച് വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പലതും വായിച്ചിട്ടുണ്ടല്ലോ. ഇറ്റ് വിൽ ബി വെരി ഗുഡ് ബിക്കോസ് ഹൗ ഡു യു ഇംപ്രൂവ് യുവർ സെൽഫ്, ഹൗ ഡു യു മേക്ക് ഇറ്റ് യുവർ സെൽഫ്, അതൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പഠിക്കുന്നുണ്ട്, അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം that's why he is called as father. He is the one started with the psychology, understanding psychology, a person's needs and values. Okay, Shilpa, don't worry about that. Shilpa, പേടിച്ചാ? Hey. Yeah. Very good. You're a smart one. Very good. Carry on, Shilpa. Please carry on. Okay. നെക്സ്റ്റ് വരുന്ന തിയറിയാണ് അറ്റാച്ച്മെന്റ് തിയറി. ഓക്കെ, ഇതെന്ന് വെച്ചാല് ജോൺ ബ്രൗലിയും മേരി എയിംസ്വർത്തും കൂടെയാണ് ഈ തിയറി ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മളെ പാരൻസ്
പാരന്റ്സിനോട് നമുക്കുണ്ടാകുന്ന റിലേഷൻ അതേപോലെ പാരന്റ്സിന് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ബന്ധം ഉണ്ടല്ലോ, അത് നമ്മുടെ വളർച്ചയിൽ പ്രകാരം ഈ ഹ്യൂമൻ റിലേഷൻസ് ഒരു തരത്തില് ഈ എക്സ്ചേഞ്ച് പോലെയാണെന്ന് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് കോസ്റ്റ് ആൻഡ് റിവാർഡ് നോക്കിയിട്ടാണ് ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറിയിൽ പറയുന്നത്. അതായത് മത്തലബി അല്ലേ? എന്താ എനിക്ക് കാര്യമായിട്ട് മാത്രം നിന്നോട് നീ എന്ത് ചെയ്യും അതാണല്ലേ ആ മത്തലബി. അതെ, ഇങ്ങോട്ട് കിട്ടിയാൽ മാത്രമേ അങ്ങോട്ട് ചെയ്യുള്ളൂ. നമ്മളെ ബെനിഫിറ്റ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതിന് നമ്മുടെ ഇന്ത്യയിൽ വാക്ക് തരും മത്തലബി. പോയി 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 കേൾക്കുന്നില്ല. Yes, I can. Okay, fine. പറയട്ടെ. Carry on, ഹലോ. please. ഓക്കെ. ഇപ്പൊ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ റിലേഷനിൽ തുടരണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ബന്ധത്തിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് കൂടുതലാണോ അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതലാണോ നോക്കിയിട്ടാണ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ റിവാർഡ് എന്ന് പറയുന്നത് സ്നേഹവും സന്തോഷവും റെസ്പെക്ട് സെക്യൂരിറ്റി ഇതൊക്കെയാണ്. അതിൽ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ടൈം, ഫുൾ ടൈം വഴക്ക്, അതുപോലെ മെന്റൽ സ്ട്രെസ്, സങ്കടം ഇതൊക്കെയാണ് ഈ കോസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഗീവ് ആൻഡ് ടേക്ക് ഇൻ റിലേഷൻഷിപ്സ്. അതായത് ഇവിടെ പറയുന്നത് വെച്ചാല് ഒരു ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഗീവ് ആൻഡ് ടേക്ക്. അതായത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയും മറ്റുള്ളത് സ്വീകരിക്കുകയും അതോടൊപ്പം നമുക്ക് തിരിച്ചു തരികയും ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ബാലൻസ് ഓഫ് കോസ്റ്റ് ആൻഡ് റിവാർഡ്. ഇതെന്ന് വെച്ചാല് ഒരു റിലേഷൻ നല്ല രീതിയിൽ നിലനിർത്താനും കോസ്റ്റിന്റെയും റിവാർഡിന്റെയും ഒരു ബാലൻസിങ് ആവശ്യമാണ്. അതായത് ഒരു റിലേഷനിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സ്നേഹവും ഇതൊക്കെ റിവാർഡ് ആണെങ്കിലും വഴക്കും വിശ്വാസമില്ലായ്മയും ഒക്കെ കോസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മളൊരു ബാലൻസിങ് മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് ഇപ്പൊ എന്ത് വഴക്ക് വന്നാലും എന്ത് വിശ്വാസക്കുറവ് വന്നാലും അതൊക്കെ സംസാരിച്ച് തീർക്കുക. ഏത് റിലേഷൻ ആയാലും ഫുൾ ടൈം സന്തോഷം നൽകില്ലല്ലോ, എന്തായാലും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകുക. നമ്മളെ ഈ കല്യാണം കഴിഞ്ഞവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉടനെ പോയിട്ട് ഡിവോഴ്സ് എന്ന് പറയണ്ടേ, എന്താണെന്നൊക്കെ ഒന്ന് സംസാരിച്ച് തീർത്ത് ഒരു ബാലൻസ് ആയിട്ട് ഒന്ന് കൊണ്ടുപോവുക. അതാണ് ഈ പറയുന്നത്. അടുത്താണ് ട്രസ്റ്റ് ആൻഡ് ഫെയർനെസ്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വിശ്വാസമില്ലായ്മ, അതായത് എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും ഇല്ല. അപ്പൊ നമ്മൾ എന്താക്കണം, ട്രസ്റ്റ്, അത് ഏത് റിലേഷന്റെയും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മളെ വിശ്വസിക്കുക. അതായത് എന്താ പറയാ, നമ്മൾ ഒരാൾ ഏത് റിലേഷൻ ആണെങ്കിലും നമ്മൾ ഒരാളെ വിശ്വസിക്കുക. അതായത് അവർക്ക് നമ്മളോട് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു അവരെ വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏതൊരു ഇതിന്റെയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, വിശ്വാസമല്ലേ എല്ലാം അല്ലേ കല്യാണത്തിൽ യെസ് അല്ലേ? യെസ്, വിശ്വാസം വേണം. അല്ലാണ്ട് വിശ്വാസം ഇല്ലാതെ ഒരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. In everything, even sales or marketing, anything, it's the trust. Trust is very important with any relation, anything. That's good. Yes. Carry on, Shilpa. അടുത്തത് ഇതിൽ വരുന്ന കുറച്ച് കോമൺ ചലഞ്ചസ് ആണ് റിലേഷനിൽ. അതായത് ഏത് ഹ്യൂമൻ റിലേഷനിലും സന്തോഷത്തോടൊപ്പം പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതായത് ഇപ്പൊ നമ്മളെ സംസാരം കുറവ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞാൽ തന്നെ അവിടെ തെറ്റിദ്ധാരണയും അതേപോലെ ഒരു അകലമൊക്കെ വരും. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആയിരുന്ന ഒരാള് അവരുടെ ഇടയിൽ മൂന്നാമതൊരാൾ വരുമ്പോ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ചെറുതായിട്ട് കുറയും. അപ്പൊ പിന്നെ ആദ്യത്തെ വ്യക്തിക്ക് ഭയങ്കര സങ്കടം, അവർക്ക് എന്നോട് സ്നേഹമില്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. അപ്പൊ അത് എന്താണ് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് പോകും. പിന്നെ തമ്മിൽ വിശ്വാസക്കുറവ് വരും. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ചലഞ്ചസ് വരുന്നത്. അതായത് തമ്മിലുള്ള വിശ്വാസക്കുറവ് ബഷീർ സാറിന്റെ സൗണ്ട് മ്യൂട്ട് ചെയ്യണേ. തമ്മിലുള്ള വിശ്വാസക്കുറവ് ഏതൊരു ബന്ധത്തിനെയും തകർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാക്ക് തർക്കം, അതേപോലെ അഭിപ്രായങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതും ബന്ധങ്ങളെ ബാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നൊരു കോമൺ ചലഞ്ചാണ് ഈ ജോലി അല്ലെങ്കിൽ അതേപോലെ വേറെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ റിലേഷൻസ് നമ്മൾ നിലനിർത്താൻ ടൈം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഈ സ്നേഹവും പരിഗണനയൊക്കെ കുറയുമ്പോൾ ബന്ധങ്ങൾ നിന്നു പോകാനുള്ള സാധ്യത. അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയാ, നമ്മൾ ഏത് ബന്ധമാണെങ്കിലും അതിനും കൂടെ കുറച്ച് സ്പേസ് കൊടുക്കുക. അതിനോട് സ്നേഹവും വിശ്വാസവും അതേപോലെ കരുതലൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ഈ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നാണ് കോമൺ ചലഞ്ചസിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ബിൽഡിംഗ് സെക്യൂർ ആൻഡ് സാറ്റിസ്ഫൈങ് റിലേഷൻസ്. ഇവിടെ വെച്ച് ഒരു റിലേഷന്റെ സുരക്ഷിതത്വവും അത് തൃപ്തികരമായിരിക്കാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആവശ്യമാണ് എന്നാണ്. അതായത് ഫസ്റ്റ് വരുന്നത് ട്രസ്റ്റ് ആൻഡ് ഇമോഷണൽ സേഫ്റ്റി ആണ്.
അതായത് ഒരു റിലേഷൻ ആവുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളോട് വിശ്വാസവും അതുപോലെ എന്തും നമുക്ക് തുറന്നു പറയാൻ സാധിക്കും. വിശ്വാസവും വേണം, അതേപോലെ നമുക്ക് എന്തും തുറന്നു പറയാൻ ഒരു ഫ്രീഡവും കൂടെ അവിടെ വേണം. അതല്ല നമുക്ക് അവിടെ എന്താ പറയുക, നമ്മൾ ഇമോഷൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ടെന്നും കൂടെ തോന്നണം. അതായത് ആരെന്ത് സങ്കടം ഇപ്പൊ വിഷമം നമ്മളോട് ആണോ സാരമില്ലാതെ ഒരാശ്വാസം കൊടുക്കുക. അത് അപ്പൊ നമുക്ക് അവർക്ക് വേറെ എന്ത് പ്രശ്നം അവർ നമ്മളോട് ഒന്ന് തുറന്നു പറയും. അതാണ് ട്രസ്റ്റ് ആൻഡ് ഇമോഷണൽ സേഫ്റ്റിയിൽ വരുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയുക, അല്ലാണ്ട് മൂടി വെച്ച് മനസ്സ് കൊണ്ടുവരുന്നാൽ ആ റിലേഷൻ ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകില്ല. ഇപ്പൊ എന്റെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല അത് എന്നോട് തുറന്നു പറയുക, അല്ലാണ്ട് അയ്യോ ഓള് പറഞ്ഞ എന്ത് വിചാരിക്കും, അല്ല അവൻ പറഞ്ഞ എന്ത് വിചാരിക്കും നമ്മള് അങ്ങനെ കരുതിയാല് ഒരു റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹെൽത്തി ബൗണ്ടറീസ്. എത്ര അടുത്ത ബന്ധമാണെങ്കിലും അതിനൊരു ബൗണ്ടറി നിശ്ചയിക്കുക. കാരണം എന്താന്ന് വെച്ചാല് ഈ അധികമായ അമൃതും വിഷമൊക്കെ കേട്ടില്ലേ, അതന്നെയാണ് പറയുന്നത്. നമുക്കൊരു പ്രൈവസി വേണം. അത് ഏത് റിലേഷൻ ആണെങ്കിലും നമുക്ക് നമ്മളേതായ ഒരു പ്രൈവസി നമ്മൾ നോക്കണം. അതിന് എന്താ പറയാ, ഒരു ബൗണ്ടറി ഒരിത്ര, കാരണം നമ്മൾ പ്രൈവസി കയറി കളിക്കാൻ ആരെയും അനുവദിക്കരുത്. അപ്പം അങ്ങനെ ചെയ്താല് വലിയൊരു പ്രശ്നങ്ങളില്ലാണ്ട് ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഫോർത്ത് പോയിന്റ് ആണ് How does it affect in the workplace? How to do it? വർക്ക് പ്ലേസിലോ. വർക്ക്പ്ലേസിൽ എങ്ങനെയാണ് ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാക്കുക? വർക്ക് പ്ലേസിൽ വെച്ചാല് ബൗണ്ടറീസ് ഉണ്ടാക്കുക, ഏത് നമ്മളെ റിലേഷൻ ആണല്ലോ ഞാൻ പറയുന്നത്. ഇപ്പൊ എംപ്ലോയർ വർക്ക് പ്ലേസിലാണെങ്കിൽ It connect to anything in a workplace, anything, the relationship, anything like it. In the workplace, ഞാൻ it is പറയാം. very important. Yeah. ഞാൻ പറയാം. അതായത് ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്.